പുറത്തൊന്നും ഒരാളെ ക്ഷണിക്കാത്ത താര എന്തിനാ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് ഇവളെ ക്ഷണിച്ചത്? അതിന് ഇവള് ഔട്ട്സൈഡർ ഒന്നും അല്ലല്ലോ, ആ കുഞ്ഞിന്റെ ടീച്ചറല്ലേ. ഈ കഥയിലുള്ളതാണ് ജെഫ് ചേട്ടനും മഫ് ചേട്ടനും. ജെഫ് ചേട്ടൻ ഇതാണ്, മഫ് ചേച്ചിയാണ്. കഥ പറയാം. This summer was long and hard. There was no rain. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് വരാം. അതൊന്ന് എടുക്കാവോ? ഹോസ്റ്റലിന് പുറകെ എൻ്റെ ജോലിയും പോയി. ആ കുട്ടിയുടെ വീട്ടുകാർ അവിടെയും വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി. പലതും മാറി മാറി ഒടുവിൽ ഇവിടെ വരെ എത്തി. രാജിക്ക് എൻ്റെ കൂടെ നിൽക്കാവോ? എനിക്കിപ്പോൾ ഒരാളെ കൂടി അഫോർഡ് ചെയ്യാൻ പറ്റും. വെള്ളം വേണോ? മോള് വെള്ളം കുടിച്ചത് മതിയോ? ടീച്ചർക്ക് താ. നോക്കും വേണോ? അഞ്ജു, കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് അയക്കുമ്പോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവിടുത്തെ രീതികൾ ഇങ്ങനെയൊക്കെയാണെന്ന്. മാം, എല്ലാരും കൂടെ അങ്ങ് ഫീഡ് ചെയ്യാനാണെങ്കിൽ ഇതങ്ങ് നിർത്തുന്നതാവും നല്ലത്. ക്ലീൻ ചെയ്യാൻ വരുന്നവര് ആ സമയത്ത് മാത്രം ഇങ്ങോട്ട് വന്നാ പോരെ? അനിത, ഇറ്റ്സ് ഓക്കേ. അവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കഴിച്ച് വല്ല അസുഖം വരുത്തിയ. അഞ്ജുമാ,
ആരാ വന്നെന്ന് നോക്കിയേ? ആന്നേ, ആ അതെ. അല്ല പിന്നെ അല്ലാതെ തന്നെ കംപ്ലൈൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാമേ. ഓക്കെ. എന്താ? അഞ്ജുവിനേക്കാൾ 2 വയസ്സ് കൂടുതലേ ഉള്ളൂ അനിതയുടെ ആ മോന്. അവന് വേണ്ടി കുഴച്ചുരുളയിൽ ഒരെണ്ണോ മോൾക്ക് കൊടുത്തത്. അതിൽ മറിഞ്ഞിരിക്കുന്ന ബാക്ടീരിയയുടെ എണ്ണമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ആ ഓരോ ഉരുളയിലും ഒരമ്മയുടെ സ്നേഹമുണ്ട്. അങ്ങനെ ഫൈനലി താനൊരു നോ പറഞ്ഞല്ലേ? ശരിക്കും പറയാൻ പറ്റുന്ന കരുതിയതേ അല്ല. അവൻ പക്ക ഫ്ലേർട്ടാ, ഞാൻ വെറുതെ. അപ്പൊ ഈ ഫ്ലേർട്ടിന് വേണ്ടിയിട്ടാണോ മാഡം ഈ പൊല്ലപ്പൊക്കെ ഉണ്ടാക്കിയത്? പുതിയ ഫ്രണ്ട്സിനെ തന്നതിന് താങ്ക്സ്. അവരെന്നെ അത്രയ്ക്ക് കെയർ ചെയ്യുന്നുണ്ട്. ആഹാ, എന്നിട്ടാണോ തന്നെ ഈ രാത്രി അവരിങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നത്? അതല്ല, എനിക്ക് അവിടെ നിന്നിട്ട് ആകെ ശ്വാസം മുട്ടുന്നത് പോലെ. പിന്നെ അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. സോ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സ്ഥലം അത്ര മോശമില്ലല്ലേ? അവിടെ വെയിറ്റ് ചെയ്യടോ, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം.